മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ഉഗാണ്ട കേരള സമാജത്തിന്റെ സഹായഹസ്തം 10 കുടുംബങ്ങൾക്കാണ് 24 കണക്ട് മുഖേന സഹായങ്ങൾ കൈമാറിയത്. 24 വയനാട് ബ്യൂറോ ഓഫീസിലായിരുന്നു ചടങ്ങ്. സുർജിത് അയ്യപ്പത്തിന്റെ റിപ്പോർട്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി പല കോണിൽ നിന്നും സഹായമെത്തുന്നത് തുടരുകയാണ്. 24 മുഖേന ഉഗാണ്ടയിലെ കേരള സമാജം ഒരു സഹായം എത്തിച്ചിരുന്നു. ആ സഹായം കൃത്യമായ രീതിയിൽ തന്നെ അത് വിതരണം ചെയ്യുകയാണ്. എന്തായാലും വിവിധ തരത്തിലുള്ള സഹായങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആ കുടുംബങ്ങൾ ഇവിടെയുണ്ട്, അവർക്ക് അത് വിതരണം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചെക്കാണ് നമ്മൾ വിതരണം ചെയ്യുന്നത്. എവിടെയായിരുന്നു വീട്? വീട് മുണ്ടക്കൈ ആയിരുന്നു, പാടിയിലായിരുന്നു താമസിച്ചിരുന്നത്. വീട് ഭാഗികമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുറേ പേരോട് പറഞ്ഞു, മോന് ലാപ്ടോപ്പിന് വേണ്ടിയിട്ടായിരുന്നു. അടുത്ത സഹായം കൂടി നൽകുകയാണ്. വീട് എവിടെയായിരുന്നു? ചൂരമല സ്കൂൾ റോഡ് പൂർണ്ണമായും തകർന്നു. ആ സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടതാണ്. അത് രക്ഷപ്പെടുത്തിയതാണ് കുറച്ച് പേര്. അവരോട് ഉള്ള നന്ദി അതെപ്പോഴും നമ്മളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കും. എന്താണ് ആവശ്യപ്പെട്ടത്? സ്റ്റഡി ടേബിളും സൈക്കിളും ആയിരുന്നു ആവശ്യപ്പെട്ടത്. വളരെ നന്ദിയുണ്ട് ഇത് തന്നതിന്. എന്തായിരുന്നു റിക്വയർമെന്റ് ആവശ്യപ്പെട്ടത്? എന്താ സാർ, ബിസിനസ്സിന് വേണ്ടിയിട്ടായിരുന്നു. ചായപ്പീടിക നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 24നോട് നന്ദിയും കിടപ്പാടും. എന്തായാലും ഇത് സഹായം നൽകിയിരിക്കുന്ന ഉഗാണ്ടയിലെ കേരള സമാജമാണ്. 24 ഒരു ഉദ്യമം എന്നുള്ള തരത്തിൽ ഞങ്ങൾ അതിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കൈകളിലൂടെ നിങ്ങളിലേക്ക് സഹായം എന്നുള്ളതാണ്. എന്തായിരുന്നു? എഡ്യൂക്കേഷൻ പർപ്പസ്. പേരെന്താ? വിഷ്ണു. എവിടെയായിരുന്നു വീട്? മുണ്ടക്കൈ പുഞ്ചിനോട്ടത്തായിരുന്നു. അപ്പോൾ വീടും അച്ഛനും അച്ഛനാണ് നഷ്ടപ്പെട്ടത്. എന്തായിരുന്നു റിക്വയർമെന്റ് ഉണ്ടായിരുന്നത്? റിക്വയർമെന്റ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു സഹായമായിട്ട് നമുക്ക് നമ്മുടെ ഉഗാണ്ടയിലെ കേരള സമാജത്തിൻ്റെ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ 24 ഫ്ലവേഴ്സ് അവർക്കുള്ള നന്ദിയും അറിയിക്കുന്നു. എൻ്റെ വീട് ചൂരൽമല സ്കൂൾ റോഡിനായിരുന്നു. വീട് പൂർണ്ണമായിട്ടും തകർന്നുപോയി. പിന്നെ ഞാൻ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. റെഡിമെയ്ഡ് ഷോപ്പും ടൈലറിങ്ങും കൂടെ ആയിരുന്നു. ഇനിയിപ്പോൾ മോള് ഉരുൾപൊട്ടൽ മരണപ്പെട്ടു. ഞങ്ങൾ ഉരുൾപൊട്ടൽ ഒഴുകിപ്പോയി പരിക്കുകളോടെ 1 മാസത്തോളം വിംസ് ഹോസ്പിറ്റലിലായിരുന്നു. 10 കുടുംബങ്ങളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. അവർക്ക് പൂർണ്ണമായും ഈ തുക വിനിയോഗിക്കുന്ന വിധത്തിൽ, അവരുടെ തുടർ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന വിധത്തിൽ, അത് ചെറിയ അളവിലെങ്കിലും പരിഹരിക്കുന്ന വിധത്തിൽ അത്തരത്തിലൊരു ഇടപെടലാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നല്ല കാര്യമാണ് അല്ലേ? ലവ് ഫ്രം യുഗാണ്ട.